എൻ്റെ പേര് ധന്യ. ഞാനൊരു PG ബയോടെക്നോളജി സ്റ്റുഡൻ്റാണ്. ഞാൻ കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് എക്സാമിൽ എനിക്ക് 3rd റാങ്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി മാസ്റ്റർ കീയുടെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള എല്ലാ ക്ലാസ്സസും ഫോളോ ചെയ്തിരുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഈ JSA എക്സാമിൻ്റെ ഒരു വലിയൊരു വാസ്റ്റ് സിലബസ് ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലെ എല്ലാ സിലബസിലെ എല്ലാ ടോപ്പിക്സും ഈച്ച് ആൻഡ് എവറി ടോപ്പിക്സ് അവർ വളരെ ഡീറ്റെയിൽ ആയിട്ടും നമുക്ക് വൺസ് നമ്മളത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാമിന് റീകളക്ട് ചെയ്യാവുന്ന തരത്തിലും പിന്നെ ഫർദർ വേറൊരു റീഡിങ്സും ആവശ്യമില്ലാത്ത തരത്തിൽ അത്രയും നല്ല ക്ലാസ്സസ് ആയിരുന്നു മാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവരുടെ സബ്ജക്റ്റ് വൈസ് ഒരുപാട് എക്സാംസ്, അതുപോലെ മോഡൽ എക്സാംസ്, അങ്ങനെ ഒരുപാട് എക്സാംസ് അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാനൊരു ഫസ്റ്റ് PSC എഴുതുന്ന ഒരു സ്റ്റുഡൻ്റാണ്. പക്ഷേ എന്നാലും എനിക്ക് നമ്പർ ഓഫ് PSC എക്സാംസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത തരത്തിൽ അത്രയ്ക്കും കോൺഫിഡൻസും ഒരു എക്സ്പീരിയൻസും എനിക്ക് ഈ മോഡൽ എക്സാംസ് ഒക്കെ ഞാൻ ചെയ്ത വഴി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. മാസ്റ്റർക്ക് ഞങ്ങൾക്ക് ഒരുപാട് ഇൻ്റർവ്യൂ ക്ലാസ്സസുകൾ ലാസ്റ്റ് ഞങ്ങൾക്ക് കണ്ടക്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് എങ്ങനെ ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ നമുക്ക് സബ്ജക്റ്റ് വൈസ് ആയിട്ടും അതുപോലെ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമുക്ക് എങ്ങനെ ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ ഫേസ് ചെയ്യാം എന്നതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓറിയൻറ്റേഷൻ ക്ലാസ്സസ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു എക്സാമിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ സ്റ്റേജസിലും മാസ്റ്റർക്ക് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം എനിക്ക് ഉണ്ടായിരുന്നില്ല. അതായത് എനിക്ക് ഒരു കുഞ്ഞു മോനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ചുരുങ്ങിയ സമയമായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസുകൾ വളരെ കുറേ പ്രാവശ്യം ഞാൻ റിപ്പീറ്റഡായിട്ട് കേൾക്കുകയും പിന്നെ ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എക്സാംസുകൾ ഒരുപാട് സബ്ജക്റ്റ് എക്സാംസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മോഡൽ എക്സാംസ് അതൊക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡായിട്ട് അതിൽ ഓപ്ഷൻസൊക്കെ വെച്ച് ട്രൈ ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ മാസ്റ്റർക്ക് ഞങ്ങൾക്ക് ഈ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇങ്ങനെ ഒരുപാട് സോഴ്സസ് വഴിയായിരിക്കും എനിക്ക് ഇതുപോലൊരു നല്ല റാങ്ക് കിട്ടാനായി സാധിച്ചത്. തുടക്കക്കാരിയായ എനിക്ക് ഈ 3rd റാങ്ക് കിട്ടിയെങ്കിൽ സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും മാസ്റ്റർ കീ വൺ ഓഫ് ദി ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും.